നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വെളുത്തുള്ളിയാണ്. വളരെ പ്രാചീന കാലം തൊട്ടേ ആഹാരങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കാനും ഔഷധമായും ഇത് ഉപയോഗിച്ചു വരുന്നു. ആമവാദം, ഗുൽമം എന്നീ രോഗങ്ങൾക്ക് അത്യുത്തമമായ ഒരു ഔഷധമാണ് ഇത്. ആയുർവേദത്തിലെ എല്ലാ പൗരാണിക ഗ്രന്ഥങ്ങളിലും ഇതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. അടുത്തുകാലത്ത് നടത്തിയ ഗവേഷണങ്ങളിൽ വെളുത്തുള്ളി മേധസ്സ് കുറയ്ക്കാൻ നല്ലതാണെന്ന് കാണപ്പെടുന്നു. ലിലിയേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം അലിയം സെറ്റൈവം എന്നാണ്. സംസ്കൃതത്തിനെ ലശുന, ഉഗ്രഗന്ധ, ഭൂതഗ്ന, രസോന എന്നീ പേരുകളിലെല്ലാം വിളിക്കുന്നു. UP, ബീഹാർ എന്നീ സ്ഥലങ്ങളിലും കേരളത്തിൽ മറയൂരിലെ വടവട്ട എന്ന സ്ഥലത്തുമാണ് ഇത് കൂടുതലായും കൃഷി ചെയ്യുന്നത്. 30 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ബൾബസ് ഔഷധിയാണ് ഇത്. ഇലകൾ പരന്നതും നീണ്ടതും മാംസളവുമാണ്. ഇതിൻ്റെ അറ്റത്ത് പൂങ്കുലകൾ കാണാം. പൂക്കൾക്ക് വെളുത്ത നിറമാണ് ഉള്ളത്. ഇതിൻ്റെ ബൾബ് അഥവാ അല്ലിയാണ് ഇതിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം. ബൾബിൽ ബാഷ്പശീത തൈലം, പഞ്ചസാര, സ്റ്റാർച്ച് എന്നിവയാണ് ഇതിൻ്റെ രാസഘടകങ്ങൾ. ഇതിൻ്റെ പ്രത്യേക രുചിക്കും മണത്തിനും ആധാരമായത് പ്രൊപ്പൈൻ ഡൈസൾഫൈഡ് അല്ലെങ്കിൽ ഡൽസൾഫൈഡ് എന്നീ രാസഘടകങ്ങളാണ്. ഇതിൽ മധുരം, ലവണം, കടു, തിക്ത, കഷായ രസങ്ങളാണ് ഉള്ളത്. ഉഷ്ണവീര്യമാണ് ഇതിനുള്ളത്. ഇതിന് ഉത്തേജക ശക്തിയുണ്ട്. ഇത് വാതരോഗങ്ങൾ ശമിപ്പിക്കുന്നു, ക്രമം തെറ്റിയ ആർത്തവത്തെ ശരിയാക്കുന്നു, മേധസ്സിനെ കുറയ്ക്കുന്നു, ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, പല്ലുവേദന, ചെവിവേദന എന്നിവയും ശമിപ്പിക്കുന്നു. ബൾബാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗം ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ ലശുനം അല്ലെങ്കിൽ വെളുത്തുള്ളി, ഈ ഉള്ളിയുടെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും അത്ഭുതമായ ഫലസിദ്ധിയുള്ളതാണ് ഈ വെളുത്തുള്ളി എന്നാണ്. ഈ വെളുത്തുള്ളിയുടെ ഒരു ഉത്ഭവം ഈ രാക്ഷസന്മാരുടെ ചോരയിൽ നിന്നുണ്ടായതാന്ന് പറയും. അപ്പോൾ ഭയങ്കര അത്ഭുതമായൊരു വീര്യമുള്ള ചെടി ഔഷധമാണ്, വീര്യം കൂടിയ ഔഷധമാണ്. അതുകൊണ്ട് അതിൻ്റെ ആക്ഷനും കൂടും. ഇത് ആയുർവേദത്തിൽ ഈ ധനധനാദി കഷായം, അഷ്ടവർഗം കഷായം, ലശുനാധിപടി, ലശുനക്ഷീരം, ഇങ്ങനെ അനവധി മരുന്നുകൾ ഈ വെളുത്തുള്ളി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം കഫശമനമാണ്. അതുപോലെ ഈ കൊഴുപ്പിനെ ഇല്ലാണ്ടേക്കും. ദിവസേന ഒരു 5 ചുള വെളുത്തുള്ളി ലേശം ചതച്ചിട്ട് ദിവസേന കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും. അതുപോലെ തന്നെ ഈ ലശുന ക്ഷീരം എന്ന് പറയും. ഒരു 5 ചുള വെളുത്തുള്ളി കുറച്ച് പാലും കുറച്ച് വെള്ളവും ചേർത്ത് തിളച്ചൊരു ക്ഷീരപ്പാകം എന്ന് പറയും. അങ്ങനെ കഴിച്ചാൽ ഈ ബ്ലോക്കുകൾ അടക്കം തരും. ഈ രക്തക്കുഴലിൽ കട്ടിയാവുന്നത്, ഈ ഹാർട്ടിൽ എന്താണ് ബ്ലോക്ക്, ഇതൊക്കെ തീരും. മാത്രമല്ല ദിവസേന ഒരു 2 ചുള വെളുത്തുള്ളി കഴിക്കുന്നത് ഈ ആസ്മ രോഗം വരാതിരിക്കാനും ശരീരത്തിൽ നിന്ന് കഫത്തെ കുറയ്ക്കാനും ദീപനത്തിനും വളരെ നല്ലതാണ്.